Good afternoon. Today we'll pass on to Unit 9, that is Feminist Perspective. ഈ യൂണിറ്റിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വികസനവും സ്ത്രീകളും എങ്ങനെയാണ് സ്ത്രീകളുടെ ജീവിതത്തിൽ വികസനം ഓരോ രാജ്യത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, അവരുടെ സ്ഥാനം എന്താണ് സമൂഹത്തിൽ, വികസനത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കും. ടു അണ്ടർസ്റ്റാൻഡ് ദ എവോൾവിംഗ് ഇൻട്രാക്ഷൻ ഓഫ് വിമൻ വിത്ത് ദ ഡിസ്കോഴ്സ് ഓഫ് ഡെവലപ്മെന്റ്. സോ വേരിയസ് ഇന്റർനാഷണൽ അപ്രോച്ചസ് പ്ലേസിങ് വിമൻ ഇൻ ദ ഐഡിയ ഓഫ് ഡെവലപ്മെന്റ്. പല പല രാഷ്ട്രങ്ങളിലും പല പല രീതികളായിരിക്കും സ്ത്രീകളുടെ ജീവിത രീതിയിലുള്ള പുരോഗതിക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതെങ്ങനെയെല്ലാം സ്ത്രീകളുടെ ജീവിതത്തെ ബാധിക്കുന്നു, ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് ഈ യൂണിറ്റിൽ കാണാൻ പോകുന്നത്. സോ ദ ഗ്ലോബൽ ഇൻഡെക്സസ് ഫോർ മെഷറിംഗ് വിമൻസ് ഡെവലപ്മെന്റ് എക്സ്പ്ലെയിൻ ദ ഫെമിനിസ്റ്റ് ക്രിട്ടിക് ഓഫ് ദ policies of development. So the intersection of gender and development was first addressed by a Danish feminist Bosserup in her book Women's Role in Economic. ആദ്യമായിട്ട് സ്ത്രീകളുടെ കാര്യങ്ങൾ, വികസനത്തെ സംബന്ധിച്ച് സ്ത്രീകൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെ പറ്റിയല്ല, അല്ലെങ്കിൽ സാമ്പത്തിക വികസനത്തിൽ സ്ത്രീകളുടെ പങ്ക് എന്താണ്, അതെങ്ങനെ സ്ത്രീകളെ ബാധിക്കുന്നു എന്നുള്ളതെല്ലാം ചിന്തിച്ച് അതിനെപ്പറ്റി എഴുതി ബുക്ക് പബ്ലിഷ് ചെയ്ത് ആദ്യമായിട്ട് ചെയ്തത് ബോസ്ട്രോപ്പ് എന്ന ഒരു തിയറിസ്റ്റാണ്. സോ അതിനുശേഷം യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസ് എ വേൾഡ് കോൺഫറൻസ് ഓൺ വിമൻ ഇൻ മെക്സിക്കോ ഇൻ 1975. UN ഒരു വേൾഡ് കോൺഫറൻസ് നടത്തി ആൻഡ് ഡിക്ലെയർഡ് ദ നെക്സ്റ്റ് ഡിക്കേഡ്, അടുത്ത 10 വർഷം ഡിക്കേഡ് ഓഫ് വിമൻ ആയിട്ട് പ്രഖ്യാപിച്ചു. സോ ഇതിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ വർഷങ്ങളിൽ സ്ത്രീകളുടെ പങ്കിനെ പറ്റി ചിന്തിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുമായിട്ടാണ് ഇങ്ങനെ ഒരു ഡിക്കേഡ് ഓഫ് വിമൻ എന്ന ഒരു സംവിധാനം UN ആലോചിച്ചത്. So productive and reproductive works as part of the national economies. This led to the genesis of women in development, that is called WID approach എന്നാണ് അതിനെ പറയുന്നത്. So this was an approach adopted by various players in the development arena like the NGOs, policy makers. ഗവൺമെന്റ് മാത്രമല്ലല്ലോ, ഓരോ സമൂഹത്തിലും ഓരോ രാഷ്ട്രങ്ങളിലും ഓരോ രാജ്യങ്ങളിലും വികസനവുമായി ബന്ധപ്പെട്ട് NGOs ഉണ്ടാവും, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ്, പോളിസി മേക്കേഴ്സ് ഉണ്ട്, പ്ലാനേഴ്സ് ഉണ്ട്, തിങ്കേഴ്സ് അല്ലെങ്കിൽ തിയറിസ്റ്റ്, ഇവരെല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ടാവും എപ്പോഴും ഒരു നാടിന്റെ വികസനത്തിന് വേണ്ടി. സോ to elevate the status of women from passive beneficiaries to program beneficiaries. വെറുതെ അവര് രംഗത്തേക്ക് വരാതെ വെറുതെ പാസീവായിട്ടിരിക്കേണ്ട ആൾക്കാരല്ല, and help them access funds earmarked for development. This approach played upon women's socialization. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി ഫണ്ട്സ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിൽ എത്തിക്കണം, അതിന് സ്ത്രീകൾ മുന്നിലോട്ട് വരണം. അതാണ് ഈ WID അപ്രോച്ച് എന്നതിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. So the focus remained exclusively on developing strategies of integrating women into development. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ look at the changes required in the larger socio-economic structure in which it was seeking for the integration of women. സ്ത്രീകളുടെ വികസനത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ്, അത് സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടുമുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി. This along with its incompetence to address other cultural and legal factors that led to the unequal status of women in mainstream development became the biggest shortcoming of the WID. ഇതിൻ്റെ അകത്ത് ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ മെയിൻ സ്ട്രീമിലായിട്ടുള്ള കുറേ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പോ സ്ത്രീകളുടെ സ്ഥാനം അല്ലെങ്കിൽ സ്റ്റാറ്റസ് എവിടെയാണ്? there is an unequal status എന്നാണ് പറയുന്നത്. അതായത് പുരുഷന്മാരുടെ ഒപ്പം അല്ല ഒരിക്കലും സ്ത്രീകളുടെ പുരോഗതി കണക്കാക്കിയിരുന്നത്, അല്ലെങ്കിൽ അതിനുള്ള പ്രവർത്തികൾ എപ്പോഴും വ്യത്യാസപ്പെട്ടിരുന്നു. സോ അപ്പോൾ അതൊരു ഭയങ്കര ഒരു ഷോർട്ട് കമ്മിങ് ആണല്ലോ. ബിക്കോസ് ഈവൻ ടുഡേ നൗ വി ക്യാൻ സീ ദാറ്റ്, ബിക്കോസ് ദ മെയിൻ ലോ മേക്കേഴ്സ് എപ്പോഴും ഇപ്പോൾ മന്ത്രിസഭയിലാണെങ്കിലും നമ്മൾ എവിടെ നോക്കിയാലും നിയമങ്ങൾ ഉണ്ടാക്കുന്ന സമിതികളിലൊക്കെ കൂടുതലും പുരുഷന്മാർ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പുരോഗമനം പറഞ്ഞാലും
ഇപ്പോഴും സ്ത്രീകൾ ഒരുപടി പുറയിൽ തന്നെയാണ് when you talk about all the developmental activities, especially in India and all. So this limitation in the WID approach led to the rise of another approach by the later half of the 70s known as the women and that's called WAD approach. അത് വേറൊരു രീതി, ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ്. അങ്ങനെ കാണുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? ദിസ് ഫോളോഡ് എ മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റ് അപ്രോച്ച്. ഇതിനെ പറഞ്ഞുകൊണ്ടിരുന്നത് മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റ് അപ്രോച്ച് എന്ന. ഇൻസിസ്റ്റിംഗ് അപ്പോൺ ദ സിഗ്നിഫിക്കൻസ് ഓഫ് വിമൻസ് ലേബർ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓഫ് ദ ഹൗസ് ഹോൾഡ്. എപ്പോഴും സ്ത്രീകളുടെ ജോലി വീടിന്റെ അകത്തെയും ജോലി ചെയ്യണം, പുറത്തേക്ക് പോകുന്ന സ്ത്രീകൾ കൂടുതലായിട്ട് നമുക്കറിയാം. So they have a double role always. That is a burden for women. അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഒരു പരിധിവരെ കുറെ എല്ലാം പുരുഷന്മാരും ഇപ്പൊ വീട്ടുജോലികളിൽ സഹായിക്കാൻ തുടങ്ങിയിട്ടെങ്കിൽ പോലും the main burden of the housework mainly depend on women. So this approach argued that women have always been important economic actors ആണെന്നുള്ള കാര്യം സമ്മതിച്ചു. Furthermore, according to this approach, the actual problem does not lie within the economic structures of society rather than its class segregation and wealth distribution പ്രോസസ്സിലും എല്ലാം കാണാം. ഇപ്പം സമ്പത്ത് ഡിവൈഡ് ചെയ്യുന്ന അവസരങ്ങൾ വരുമ്പോഴും സ്ത്രീകളെക്കാളും ആൺകുട്ടികൾക്ക് കൂടുതൽ സ്വത്ത് കൊടുക്കാനാണ് ഇന്നും മനുഷ്യർക്ക് ഇഷ്ടം, അല്ലേ? സോ ദർ ഇസ് എ പ്രോബ്ലം ഇൻ ദ ഇക്കണോമിക് സ്ട്രക്ചർ വെൻ വി തിങ്ക് അബൌട്ട് ഇക്കണോമിക് ഡെവലപ്മെന്റ് ആണെങ്കിലും വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും അതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. സോ in 1980s പിന്നെയും കാലങ്ങൾ കടന്നു വരുന്നതോറും പല പല രീതികളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ സ്ത്രീധനം കൊടുക്കുകയാണെങ്കിലും ഇപ്പൊ പലപ്പോഴും പെൺകുട്ടികളുടെ പേരിൽ തന്നെയാണ് പൈസ എല്ലാം ഇട്ടുകൊടുക്കുക. പണ്ട് അങ്ങനെയല്ലായിരുന്നു. they gave the dowry and all to the boys house or the boys parents. അപ്പൊ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്ന് പെൺകുട്ടിക്ക് വീട്ടിലേക്ക് തിരിച്ചു വരണമെങ്കിൽ പൈസ നഷ്ടപ്പെടുന്ന അവസ്ഥകളൊക്കെ പണ്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നൗ ഐ തിങ്ക് ദ പാരന്റ്സ് ആർ മോർ കെയർഫുൾ. അതാണ് ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്. സോ വിമൻ ഇൻ ദ ലാറ്റിൻ അമേരിക്കൻ ആൻഡ് അതർ ഡെവലപ്പിംഗ് നേഷൻസ് സ്റ്റിൽ ഡിഡ് നോട്ട് എൻജോയ് full citizenship and were not considered as significant socio-economic subjects. Feminism വളർന്നു വന്ന ഒരു കാലഘട്ടമാണ് 1980s. So a gap between the salaried labor of men and unrecognized productive and reproductive labor. പ്രൊഡക്റ്റീവ് ആൻഡ് റിപ്രൊഡക്ഷനായിട്ട് സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ തന്നെയാണല്ലേ കുഞ്ഞുങ്ങളെ നോക്കുന്നതും അതിൻ്റെ ജോലിയെല്ലാം. So the recognition of this gap led to the emergence of another approach to perceive women in development called the gender and. അത് കഴിഞ്ഞ് മൂന്നാമത്തെ വേറൊരു സമീപനം, ഇനി എങ്ങനെയെല്ലാമാണ് സ്ത്രീകളെ ഈ സാമ്പത്തിക വികസനത്തിൽ എന്തെല്ലാം അപ്രോച്ചസ് വേണം. സോ ജെൻഡർ ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് G&D അപ്രോച്ച്. അപ്പൊ ഈ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ associated with the development, the change in the social or gender relations prevalent in the society. എങ്ങനെയാണ് സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകളുടെ സ്ഥാനം ഒരു സമൂഹത്തിൽ അതുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. So the oppression of women in the private spheres of families also figured prominently in this approach. ഇതിൻ്റെ അകത്ത് സ്ത്രീകളുടെ എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, അടിച്ചമർത്തലുകൾ, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് അവർ പറയാൻ തുടങ്ങി. ഫോക്കസ് ഓൺ ഡെവലപ്പിംഗ് പ്രോഗ്രാംസ് ടു അഡ്രസ്. അപ്പോൾ ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന വയലൻസ് എല്ലാം എങ്ങനെ അതിനൊക്കെ എങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താം, എന്നൊരു പരിഹാര മാർഗം കണ്ടെത്താമെന്ന് ചിന്തിക്കാൻ തുടങ്ങി. So in emphasizing the productive and the reproductive roles of women, the GD approach favored that the state should take the responsibility for supporting the social reproduction role played by women in the form of bearing, caring, nurturing. അപ്പം റിപ്രൊഡക്റ്റീവ് റോൾ എപ്പോഴും സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ, സ്ത്രീകളാണല്ലോ അതിൻ്റെ ഉത്തരവാദിത്വം, അല്ലേ? അതെന്തെല്ലാം ഗർഭം ധരിക്കുക,
പ്രസവിക്കുക, കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുക, അവരെ വളർത്തുക, ഇതെല്ലാം. So such a focus on the social well-being of women as a part of the development discourse was a shift from the earlier to approach. ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു ഈ ഒരു അപ്രോച്ച്. നമ്മൾ നേരത്തെ കണ്ടല്ലോ, WID ഇങ്ങനെ പല പല അപ്രോച്ച് വിച്ച് were purely economic in their attention to the interaction between gender and development. നിയോലിബറലിസം വന്നപ്പോൾ എന്തുണ്ടായി? സ്ത്രീകളുടെ സ്ഥാനം എവിടെയായി? നമുക്ക് നോക്കാം. സോ വിമൻ ഫൈനലി ബിക്കം വിസിബിൾ ആസ് സബ്ജക്ട്സ്. അപ്പോൾ വികസനത്തിൽ സ്ത്രീകളുടെ പങ്ക് ഉറച്ചതാണ് എന്നുള്ളത് കാണപ്പെടാൻ തുടങ്ങി. പലരും ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോൾ ദർ ഇസ് എ പ്ലേസ് ഫോർ വിമൻ ഇൻ ഡെവലപ്മെന്റ് എന്നുള്ളത് വിസിബിൾ ആകാൻ തുടങ്ങി. അല്ലെങ്കിൽ എല്ലാവർക്കും അത് കൂടുതലായിട്ട് മനസ്സിലാകാൻ തുടങ്ങി, മനസ്സിലാക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. സോ ഇൻ ദ ലേബർ മാർക്കറ്റ് വിമൻ സഫർഡ് അൺഈക്വൽ കണ്ടീഷൻസ്. അപ്പം നമ്മൾ തൊഴിലിടങ്ങളിൽ പോവുകയാണെങ്കിൽ സ്ത്രീകൾക്ക് വേജസ് കുറവാണ് കിട്ടുന്നത്. അത് കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ നമ്മൾ പോയാൽ കറക്റ്റായിട്ട് അറിയാം. പുരുഷന്മാരുടെ ഒപ്പം തന്നെ അല്ലെങ്കിൽ അവരെക്കാളും കൂടുതൽ ജോലി എടുത്താലും അവർക്ക് കിട്ടുന്ന കൂലി എപ്പോഴും കുറവായിരിക്കും. പല പല കാരണങ്ങളുണ്ട്, ആരും ചോദ്യം ചെയ്യാനില്ല, അവർ പറയുന്നതൊക്കെ മിണ്ടാതെ അനുസരിക്കും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാകാം. And at the home front, feeding the family, which is traditionally women's job, became an increasingly difficult job. പരമ്പരാഗതമായിട്ട് സ്ത്രീകൾ വീടുകളിലെ ജോലി ചെയ്യുന്നു. And everybody expect this from women. സ്ത്രീകളിൽ നിന്ന് ഇതാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. So this indicated towards newer forms of patriarchal എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷാധിപത്യം. അതിപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ അതാണ്. ബിലീവ് ഇൻ എ പാട്രിയാർക്കൽ സൊസൈറ്റി. അപ്പോൾ അവിടെ സ്ത്രീകളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യണത് കൂടുതൽ ജോലി തന്നെയാണ് അല്ലേ. ഒരാൾ ഗസ്റ്റ് വന്നു, സ്ത്രീകളുടെ മൊത്തോട്ടാണ് നോക്കുന്നത്, ഇവരെന്താ ചായ കൊടുക്കാതെ. ദാറ്റ് ഈസ് എക്സ്ട്രാ വർക്ക് ഫോർ വിമൻ. സോ ദിസ് ഇൻഡിക്കേറ്റഡ് ടുവേർഡ്സ് ന്യൂവർ ഫോംസ് ഓഫ് പാട്രിയാർക്കൽ. ഒരു വിവേചനം നമുക്ക് കാണാൻ പറ്റും. എപ്പോഴും സ്ത്രീകളെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിക്കുക, അവരോട് ദയവില്ലാതെ പെരുമാറുക, ഇതെല്ലാം വീടുകളിൽ നമുക്കിപ്പോൾ കാണുന്ന ഒരു സംഗതിയാണ്, ബോത്ത് പബ്ലിക്കിലും ആൻഡ് പ്രൈവറ്റ് സ്ഫിയേഴ്സിലും. സോ അവരെ സാമ്പത്തിക വികസന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഒരു വിവേചനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പല പല രംഗങ്ങളിലാണെങ്കിലും. സൊസൈറ്റിയിൽ ഒത്തിരി കഴിവും കൂടി ഉണ്ടെങ്കിൽ പറയണ്ട, ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കുക, എങ്ങനെയെല്ലാം വിഷമിപ്പിക്കാമോ അതെല്ലാം ചെയ്യുന്ന രംഗങ്ങളായിട്ട് തൊഴിലിടങ്ങൾ പോലും മാറിയിട്ടുണ്ട്. ഈവൻ ഇൻ ദ വിമൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൾസോ ഐ ഹാവ് സീൻ ദിസ് ഡിസ്ക്രിമിനേഷൻ ഫോർ സ്മാർട്ട് ആൻഡ് വർക്കിംഗ് ആൻഡ് ഡൂയിങ് സംതിങ് extraordinarily. Some women are doing smart and doing some extraordinary. അവരെ ഒറ്റപ്പെടുത്താൻ നോക്കും, അവരെ കൊള്ളൂല താറടിക്കാൻ നോക്കും. പക്ഷെ അതിനെല്ലാം അതിജീവിക്കാനുള്ള ഒരു ശക്തി എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവണം. അതാണ് ഞാൻ പറയുന്നത്. ഈ വിവേചനങ്ങളെല്ലാം ഇതൊന്നിനെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള, എൻ്റെ ജോലി സ്ഥലത്തൊക്കെ ഞാനിത് ധാരാളം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് എനിക്കൊക്കെ അതൊക്കെ മൈൻഡ് ചെയ്യാണ്ട് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പേപ്പർ പബ്ലിഷ് ചെയ്യുക, സെമിനാർ പ്രസന്റ് ചെയ്യുക, ഇതെല്ലാം ചെയ്യുമ്പോഴും ആൾക്കാർക്ക് ഭയങ്കര അസൂയും. So we never look into all this and we walk forward. അതാണ് ഇപ്പൊ സ്ത്രീകൾ ചെയ്യേണ്ടത്. സോ vicious circle of poverty of women and feminization of poverty, അത് ഭയങ്കര ഒരു പ്രശ്നമാണ് ഇപ്പോഴും. ഒരു കുടുംബത്തില് കുറച്ച് പ്രശ്നം ഉള്ളെങ്കിലും what the women do, they give husband and the children the food and sometimes she will starve. That is called feminization of poverty. അതാണ് സ്ത്രീവൽക്കരണം എന്ന് വേണമെങ്കിൽ പറയാം. ദാരിദ്ര്യത്തിന് ഒരു സ്ത്രീകളുടെ മുഖമാണുള്ളതെന്ന് പറയും. സെക്കൻഡ് വേൾഡ് കോൺഫറൻസ് നൈറോബിയിൽ, ആദ്യം ഒരു വേൾഡ് കോൺഫറൻസ് ഉണ്ട്, രണ്ടാമത് ഇപ്പോൾ ഒരു നൈറോബിയിൽ ഒരു 85 ഒരു വേൾഡ് കോൺഫറൻസിൽ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെവലപ്മെന്റ് ഓൾട്ടർനേറ്റീവ്സ് വിത്ത് വിമൻ ഫോർ എ ന്യൂ എറ. ഒരു പുതിയ കാലഘട്ടത്തിൽ, ഒരു പുതിയ യുഗത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്. റിജക്റ്റഡ് ദ നാരോ ഡെഫിനിഷൻ ഓഫ് ഡെവലപ്മെന്റ് ആസ് എക്കണോമിക് ഗ്രോത്ത്. ഇൻസ്റ്റെഡ് ഇറ്റ് ആർഗ്യൂഡ് ദാറ്റ് crisis in the living standards of women were led consumerism and indebtedness. So don't refine development as the
socially responsible management and use of resources, the elimination of gender subordination and social inequality. ഈ ഒരു അടിമത്തം, ജെൻഡർ സബോർഡിനേഷൻ വെച്ചാൽ പുരുഷന്മാരുടെ അടിമകളല്ലല്ലോ, അവരെക്കാളും താഴെയാണ്. പുരുഷനുണ്ടെങ്കിൽ അവർക്കാണ് കൂടുതൽ പ്രിഫറൻസ്. അങ്ങനത്തെ ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ സാമൂഹിക അസമത്വം, അതാണ് സോഷ്യൽ ഇനീക്വാലിറ്റി. ആൻഡ് ഓർഗനൈസേഷൻ റിസ്ട്രക്ചറിങ് ദാറ്റ് ക്യാൻ ബ്രിങ് ദീസ് അബ്. അപ്പോൾ ഇതെല്ലാം മാറിയ അസമത്വം, ഉച്ചനീചിത്വവും ഇതെല്ലാം മാറിയാൽ മാത്രമേ സ്ത്രീകൾക്ക് ഒരു പുരോഗതി ഉണ്ടാവുള്ളൂ. സോ ഇറ്റ് ഇൻസിസ്റ്റഡ് ദാറ്റ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഷുഡ് ബി സീൻ ആസ് എ ടൂൾ ഫോർ അച്ചീവിങ് എ കോംപ്രിഹെൻസീവ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, not vice versa. The post-colonialist feminists therefore critiqued development policy continuing form. അപ്പോൾ ഇപ്പോഴും സ്ത്രീകളെ അടിച്ചമർത്തി അതൊരു കൊളോണിയലിസത്തിൽ കണ്ടിന്യൂ ചെയ്യുന്ന പോലെ ആകും എന്നാണ് പറയുന്നത്. പണ്ട് ബ്രിട്ടീഷുകാർ നമ്മളെ കോളനിയാക്കി വെച്ചിരുന്നു, അടിച്ചമർത്തിയിരുന്നു, അല്ലേ? അതുകൊണ്ടാണല്ലോ നമുക്ക് പിന്നെ സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ ഇറ്റ് ഈസ് എ കണ്ടിന്യൂഷൻ ഓഫ് കൊളോണിയലിസം എന്നാണ് പറയുന്നത്. ഇപ്പോഴും നമ്മൾ സ്ത്രീകളെ രണ്ടാം തരക്കാരാണ് എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇക്കോ ഫെമിനിസം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വിമൻ ആൻഡ് ഡെവലപ്മെന്റ് ആസ് ഡിസാറ്റിസ്ഫാക്ടറി ഈസ് ദാറ്റ് ഓഫ് ഇക്കോ ഫെമിനിസം. ഈ സ്കൂൾ ഓഫ് തോട്ട് അല്ലെങ്കിൽ ഈ ഒരു തിയറി വെച്ച് പറയുമ്പോൾ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ സിവിലൈസേഷൻ ആസ് മെനി കൾച്ചറൽ ആൻഡ് symbolic parallels between exploitation of women and nature. സ്ത്രീകളുടെ അടിമത്തോ അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള വിവേചനം ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ നേച്ചറിനെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. അതുപോലെ തന്നെയാണെന്നാണ് പറയുന്നത് സ്ത്രീകളെയും നമ്മൾ ചെയ്യുന്നത്. ഒരു സിംബോളിക് ആയിട്ട് പറയാം. സ്ത്രീനെ നമ്മളെങ്ങനെ അടിച്ചമർത്തുന്നു, അതുപോലെ തന്നെ പ്രകൃതിനെയും ഇപ്പൊ മനുഷ്യനെ അടിച്ചമർത്തി വെക്കുന്നു എന്നാണ് പറയുന്നത്. സോ ecofeminism emerged in 1970s as a counterculture to the patriarchal argument that the dichotomy between women and men often corresponds to the distinction between emotion and reason. നമ്മുടെ വികാരങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങൾ, അതാണ് റീസൺ. സംസ്കാരം, പാരമ്പര്യം, മോഡേണിറ്റി എന്ന് പറഞ്ഞാൽ ആധുനികത, ഇതെല്ലാം തമ്മിൽ വിമൻ ആൻഡ് മെൻ ഓഫൺ കറസ്പോണ്ട്സ്. ഇതിന് തമ്മിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഇൻ ദിസ് കൈൻഡ് ഓഫ് എ കമ്പാരിസൺ the co-feminists disapproved of the first half of the combinations. Like Maria Mais, the feminist economists also begin with an assumption that the unpaid work in the homes generates economic value. സ്ത്രീകൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഒരുപാട് ജോലികൾ വീട്ടിൽ ചെയ്യും, അല്ലേ? പക്ഷെ ഇതിനൊന്നും ഒരു ഇക്കണോമിക് വാല്യൂ ആരും കൊടുക്കുന്നില്ല. ഒരു വീട്ടിലൊരാളെ നിർത്തി നമ്മൾ പൈസ കൊടുക്കണം. എസ്പെഷ്യലി ഇൻ കേരള ആൻഡ് ഭയങ്കര പൈസയാണ് ഡൊമസ്റ്റിക് വർക്കേഴ്സ്. മണിക്കൂറിന് വെച്ച് പൈസ കൊടുക്കണം. പക്ഷേ when a woman does so much work in her household, ഒരിക്കലും അതാരും വിലമതിക്കില്ല. ടേക്കൺ ഫോർ ഗ്രാൻഡഡ്, ഷീ ഷുഡ് ഡു ദാറ്റ്, അങ്ങനെ വരും. സോ ഇൻസ്റ്റെഡ് ഓഫ് സപ്പോർട്ടിങ് ദ ജനറൽ ഹൈപ്പോത്തസിസ് ദാറ്റ് ദ markets work neutrally towards creating well-being for all men and women alike. Markets work എല്ലാവർക്കും ഒരുപോലെ. The feminist economists ask what values are being created in economics and for whom. നമ്മൾ എന്ത് പണി ചെയ്യുന്നത്, അതിൻ്റെ വാല്യൂ ആരാണ് അളക്കുന്നത്, അതെന്ത് വാല്യൂ ആണ് നമുക്ക് തരുന്നത്. So they take a leap from the market-centered economics and argue that it is not only in the market that economic activities take place. It may occur in private spheres or household too. Thus they may do രണ്ട് കാര്യങ്ങൾ, വീട്ടിലെ പണികളും പുറത്തെ പണികളും. It is a double work. And there's a conflict between these two types of work also. അതാണ്. ഇനി എങ്ങനെയാണ് ഈ മെഷർ ചെയ്യണമെന്ന് നോക്കാം. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ് മെഷറിംഗ് വിമൻസ് പ്ലേസ് ഇൻ ഡെവലപ്മെന്റ്. സോ ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. UNDP എന്ത് ചെയ്തു, ഒരു 3 കാര്യങ്ങൾ മെഷർ ചെയ്താൽ നമുക്കത് ഡെവലപ്മെന്റിനെ മെഷർ, അതാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്.
എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. ഹെൽത്ത് ഒരെണ്ണം. മെഷറിങ് ലൈഫ് എക്സ്പെക്റ്റൻസി, എത്ര കൊല്ലം ഒരാൾ ശരാശരി ആയുർദൈർഘ്യം എന്ന് പറയും ജീവിച്ചിരിക്കുന്നു. 60 ആണ്. ഇപ്പം അതിലും കൂടിയിട്ടുണ്ട്. കേരളത്തിലോ അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിലും ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരു വയസ്സ് അവർ വെച്ചിട്ടുണ്ട്. പിന്നെ നോളജ്, അറിവ്, ലിറ്ററസി. ഇപ്പോൾ കേരളത്തിലൊക്കെ ഇപ്പോൾ 90% അബോവ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പറയും 10% ലിറ്ററസി ഉള്ള, അത് പുരോഗതിയുടെ ഒരു മെഷർ ആയിട്ട്, ഒരു അളവുകോലായിട്ട് ഇന്ന് എടുത്തേക്കുന്ന ഒരു കാര്യമാണ്. ആരോഗ്യം, ലിറ്ററസി ആൻഡ് വെൽത്ത്, സമ്പത്ത്. By relating the gross domestic product of a given economy with the purchasing power of its people. നമുക്ക് എന്തുമാത്രം പണമുണ്ട് ഓരോ ആൾക്കാർക്കും, അതാണ് നമ്മുടെ പർച്ചേസിങ് പവർ എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ രാജ്യത്ത്. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ്, ആൻഡ് ദിസ് ഈസ് ഹൗ ദേ മെഷർ ദ ഹ്യൂമൻ ഡെവലപ്മെന്റ്. ഈ ഇൻഡിക്കേറ്റേഴ്സ് എത്രത്തോളം ഉണ്ട് ഓരോ രാജ്യത്തും ഓരോ സമൂഹത്തിനും, അങ്ങനെയാണ് ആ രാജ്യത്ത് പുരോഗതി ഉണ്ടോ, എത്രമാത്രം പുരോഗതി ഉണ്ട് എന്നുള്ളതൊക്കെ കണക്കാക്കുന്നു. അതാണ് സോഷ്യോളജിസ്റ്റ് ചെയ്യുന്നത്. സോ ദ കോമ്പിനേഷൻ ഓഫ് ദീസ് 3 ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ടു കമ്പയർ പോവർട്ടി, deprivation and development in different parts of the world. ദാരിദ്ര്യവും പിന്നെ ഡിപ്രിവേഷനും പുരോഗതിയും എല്ലാം അളക്കാനും എത്രയൊക്കെ ഉണ്ട് എന്ന് കണക്കാക്കാനും ഈ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. സോ UNDP GDI in its Human Development Report of the year 1995 Gender Related Development Index. This used to address the gender gaps in the 3 key indicators mentioned above. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നോളജ്, ഹെൽത്ത്, വെൽത്ത്, ഇതെല്ലാമാണ് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ അതിൽ സ്ത്രീകളുടെ സ്ഥാനം എവിടെ നിൽക്കുന്നു അതും കൂടി എടുത്തിട്ട് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഉണ്ടാക്കാൻ തുടങ്ങി. So differences between women and men in relation to the different dimensions of women poverty are also measured. Like GDI, which is an indicator of gender inequality in the key indicators of HDI, gender empowerment measure. എത്രമാത്രം എംപവർമെന്റ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് അതും കൂടെ മെഷർ ചെയ്യാം. സ്ത്രീകളുടെ എംപവർമെന്റ് എത്ര, പുരുഷന്മാരുടെ എംപവർമെന്റ് എത്ര, ഹൗ ദേ ആർ എംപവേർഡ്. ശാക്തീകരണം, അതാണ് മീനിങ് ഓഫ് എംപവർമെന്റ്. സ്ത്രീകൾ എത്രമാത്രം മുന്നിലോട്ട് വരാം, അവരുടെ കഴിവുകൾ എത്രമാത്രം വികസിച്ചിട്ടുണ്ട്, അവരെത്രമാത്രം ലീഡേഴ്സ് ആയിട്ടുണ്ട്, എത്രമാത്രം അറിവുണ്ട്, ഇതെല്ലാം എംപവർമെന്റിൽ വരുന്ന ഒരു കാര്യമാണ്. സോ ഇത് ഇൻഈക്വാലിറ്റി, ജെൻഡറിന്റെ ഈക്വാലിറ്റി, സമത്വം എവിടെ നിൽക്കുന്നു, സ്ത്രീകൾ എവിടെ നിൽക്കുന്നു, പുരുഷന്മാരെവിടെ നിൽക്കുന്നു. സോ ദ കീ ഏരിയ, ഏതൊക്കെ ഏരിയയിലാണ്? സാമ്പത്തികം, രാഷ്ട്രീയം, സോഷ്യൽ, കൾച്ചർ, എല്ലായിടത്തും നമുക്ക് ഇതിനെ മെഷർ ചെയ്യാൻ പറ്റും. ഡിസിഷൻ മേക്കിംഗ്, ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സ്ത്രീകൾക്ക് എത്ര പങ്കുണ്ട്, പുരുഷന്മാർക്ക് എത്ര പങ്കുണ്ട്, പുരുഷന്മാരുടെ ഒപ്പം തന്നെ സ്ത്രീകൾക്കും പങ്കുണ്ടോ ഓരോ രാജ്യത്തും, ആൻഡ് അവരുടെ പങ്കാളിത്തം എല്ലാ കാര്യത്തിലും, നിയമനിർമ്മാണത്തില്, പോളിറ്റിക്സില്, ഇതിനെല്ലാം, ഡിസിഷൻ മേക്കിങ്ങില്, ഇതിലെല്ലാം സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ എത്രയുണ്ട് എന്നുള്ളത് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദീസ് 2 വാസ് ഡെവലപ്പ്. അപ്പം ഇതെല്ലാം മെഷർ ചെയ്യാൻ തുടങ്ങി. എന്തിനു വേണ്ടിയാണ്? സ്ത്രീകളുടെ പുരോഗതി സമൂഹത്തിൽ എത്രയുണ്ട് എന്ന് അറിയാൻ വേണ്ടി. ദാറ്റ് വാസ് ഡൺ ഇൻ 1995. സോ ഇനി എങ്ങനെയാണ് സ്ത്രീകളെ മുമ്പോട്ട് കൊണ്ടുവരണമല്ലോ, ഇനി പുരോഗതി ചെയ്യണമല്ലോ, അത് നമ്മൾ എന്തൊക്കെ ചെയ്യണം? സോ ദ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് until the 70s address the needs of women exclusively from the perspective of their reproductive roles. Consequently, all that got any attention in development policy remain mother and child health. അമ്മയുടെയും കുഞ്ഞിൻ്റെ ആരോഗ്യം ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് എടുത്തു. ആ സമൂഹത്തിൽ പുരോഗതി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്ന ഒരു, ബിക്കോസ് അവരുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ എത്രമാത്രം പുരോഗമിച്ചിട്ടുണ്ടെന്ന് അറിയാം. അപ്പോഴാണല്ലോ കുഞ്ഞുങ്ങൾ മരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് മരുന്ന് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തപ്പോഴാണല്ലോ. അപ്പം അതെല്ലാം സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത്
നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സമൂഹം പുരോഗമിച്ചിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. സോ ദേ ടേക്ക് ദ മദർ ആൻഡ് ചൈൽഡ് ഹെൽത്ത്. അതിപ്പോൾ മിക്ക രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്, ഒരു ഇൻഡിക്കേറ്ററായിട്ട് എടുക്കുന്നുണ്ട്. അതാണ്. So the growing acceptance of the link between population growth and poverty, family planning or population control also started figuring prominently in such policies. Family planning കൊണ്ടാണല്ലോ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്ത് നിർത്തണമല്ലോ, അല്ലെങ്കിൽ പോപ്പുലേഷൻ കൂടുമ്പോഴാണല്ലോ ദാരിദ്ര്യം കൂടുന്നത്. സോ അതിന് മിക്ക രാഷ്ട്രങ്ങളും പോപ്പുലേഷൻ കൺട്രോൾ ഒരു മെഷറായിട്ട് എടുക്കുകയാണ്, ടു ഗീവ് ഗുഡ് ഫെസിലിറ്റീസ് ടു ദ എക്സിസ്റ്റിംഗ് പോപ്പുലേഷൻ. അപ്പോൾ പോപ്പുലേഷൻ ഇങ്ങനെ ക്രമാതീതമായി വർദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിടത്തും ഈ വികസനത്തിൻ്റെ എല്ലാ മെഷറിലും ഉള്ള ആൾക്കാർക്ക് കൊടുക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് സോ ദ assumption was that broad economic strategies oriented towards growth and modernization trickle down gradually to the poor and poor women too would benefit. ഇക്വിറ്റി അപ്രോച്ച്, സമത്വം, അതിനെങ്ങനെ നമുക്ക് കൊണ്ടുവരാം, അതിൻ്റെ അകത്തുള്ള അപ്രോച്ച് എന്താണ്, കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതാണ് ഇപ്പം പറയുന്നത്. This approach was introduced the feminist calling for gender equality and elimination of discrimination against women. They emphasized the development policy makers to revisit the ratio between women's contribution to the activities of development on one hand and the share from the benefits from such activity. അപ്പോൾ ഈ സ്ത്രീകളുടെ ഇക്വിറ്റി അല്ലെങ്കിൽ ഈക്വാലിറ്റി, സമത്വം, പുരുഷന്മാരുടെ ഒപ്പം സ്ത്രീകളെയും കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? ഈ വിവേചനം അവസാനിപ്പിക്കും. തൊഴിൽ രംഗങ്ങളാണെങ്കിലും വിദ്യാഭ്യാസ രംഗങ്ങളിലും ഫുഡിലാണെങ്കിലും സ്ത്രീകളോട് കാണിക്കുന്ന വിവേചനം അത് അവസാനിപ്പിക്കണം. So emphasize the development policy makers to revisit the ratio between women's contribution to the activities of development on one hand and the share from their benefit from such activities. ഇനി അതിൻ്റെ അകത്ത് മെയിൻ ഒരു കാര്യം എന്താണ്? ആൻറ്റി പോവർട്ടി അപ്രോച്ചാണ്. ആൻറ്റി പോവർട്ടി അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം മാറ്റാനുള്ള അപ്രോച്ച്. ദാരിദ്ര്യം ഉണ്ടെങ്കിൽ ഒരു സമൂഹത്തിൽ വികസനം ഉണ്ടാവില്ലല്ലോ. സോ we should eradicate poverty. A tendency to reinforce the basic needs of the women. This approach advocated for the integration of productive and reproductive roles of women with their access to income generation. അവർ ഇൻകം ജനറേഷനും വേജർ എംപ്ലോയ്മെന്റ് രംഗത്ത് എന്തെല്ലാമാണ് സ്ത്രീകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലേ? ഇത് ധാരാളം സ്ത്രീകൾ പുറത്തുപോയി ജോലി എടുക്കുന്നുണ്ട്. അപ്പം സാമ്പത്തിക അവനവൻ്റെ കുടുംബത്തിലെ ആയാലും സമൂഹത്തിലെ ആയാലും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ ഈ സ്ത്രീകളുടെ ജോലിയും വളരെയധികം സഹായിക്കുന്നുണ്ട്. സോ ദേ ഡിമാൻഡ് ഫോക്കസ് ഓൺ ഡെവലപ്പിംഗ് ആൻഡ് ഓപ്പറേറ്റ് സ്ട്രാറ്റജി ഫോർ ബ്രിങ്ങിങ് അബൌട്ട്. അപ്പം ഈ ഒരു കാര്യം കൊണ്ടുവരുവാൻ പല പല രീതികൾ ഇന്ന് ആവിഷ്കരിക്കുന്നുണ്ട്. അതാണ്. സോ അതിലൊന്നാണ് എഫിഷ്യൻസി അപ്രോച്ച്. എഫിഷ്യൻസി എത്രമാത്രം ഉണ്ട്? So this approach developed in the 80s as a response to the economic reforms made under the structural SAP, that's called structural adjustment program. ഇതെല്ലാം കുറേ പോളിസികൾ കൊണ്ടുവന്നല്ലോ. ഗ്ലോബലൈസേഷൻ ഒക്കെ വന്നപ്പോൾ ലിബറലൈസേഷൻ വന്നു, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം കൊണ്ടുവന്നു. അത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആൻഡ് ദ വേൾഡ് ബാങ്ക് ആണ് കുറേ റിഫോംസ് എല്ലാം കൊണ്ടുവന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ട് പുരോഗതി നേടാൻ ഉദ്ദേശിച്ചിട്ടാണ് ഈ റിഫോംസ് എല്ലാം കൊണ്ടുവന്നത്. കുറേ നിയമങ്ങൾ റിലാക്സ് ചെയ്തു, അതിൻ്റെ സ്ട്രിക്ട്നെസ് കുറച്ചു. അപ്പോൾ കുറേ ബിസിനസ്സും എല്ലാം കൂട്ടി, കുറേ ട്രേഡ് സംവിധാനങ്ങൾ കൂടി. അപ്പോൾ ദീസ് റിഫോംസ് എയിംഡ് അറ്റ് ഇൻക്രീസിങ് production and economic growth by making a full utilization of the human resources. അപ്പോൾ മനുഷ്യൻ്റെ കഴിവുകളെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, ഫുൾ യൂട്ടിലൈസേഷൻ ഇതെങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ ഇത് മനുഷ്യൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കഴിവാണ്. ഈ കഴിവിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം, എങ്ങനെ വർദ്ധിപ്പിക്കാം,
ഹ്യൂമൻ റിസോഴ്സസ് ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യമാണ് അല്ലേ ഇന്ത്യ. പഠിച്ച കുട്ടികളെല്ലാം ഇപ്പൊ പുറത്തേക്കെല്ലാം പോകുന്നത് എന്താണ്? വി ആർ സപ്ലൈയിങ് ഹ്യൂമൻ റിസോഴ്സസ്. അപ്പൊ ഇതിന് എന്ത് വേണം? എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. വിദ്യാഭ്യാസവും പരിശീലനവും കൊണ്ടാണ് മനുഷ്യന്റെ കഴിവ് വികസിക്കുന്നത്. When you do things, when you do computers training, you will be efficient in that. അപ്പൊ നമുക്ക് എത്ര ട്രെയിനിങ് കിട്ടുന്നോ അതനുസരിച്ച് യു വിൽ ബിക്കം മോർ ആൻഡ് മോർ എഫിഷ്യൻറ്റ്. അതാണ്, അത് വലിയൊരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജി ആയിട്ട് എടുത്തു. സോ ഇനി എംപവർമെന്റ്, ശാക്തീകരണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് വിമൻ എംപവർമെന്റ്? എന്താണ് ശാക്തീകരണം? സ്ത്രീകളെ ലീഡേഴ്സ് ആക്കുക, സ്ത്രീകളുടെ കഴിവുകളെ വികസിപ്പിക്കുക, അവരെ മുന്നിലോട്ട് കൊണ്ടുവരിക, അവരെ സാമ്പത്തികമായി സ്വന്തം കാലിൽ നിൽക്കാൻ കെൽപ്പുള്ളവർ, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാക്കുക. സോ ദിസ് ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ദ തേർഡ് വേൾഡ് ഫെമിനിസ്റ്റ്മാര് ഇതാണ് പറയുന്നത്. സോ ദിസ് approach is aimed at increasing the virtue of self-reliance in women. അപ്പോൾ അവരുടെ സ്വന്തം ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാൻ അത് വർദ്ധിപ്പിക്കും അല്ലെ. നമുക്ക് വിദ്യാഭ്യാസം, നമുക്ക് ജോലി ഉണ്ടെങ്കിൽ വി വിൽ ബി വെരി സെൽഫ് കോൺഫിഡൻറ്റ്. വി ക്യാൻ ലീവ് അലോൺ ഓൾസോ. വി ഹാവ് an earning capacity. You have an monthly earning. You will not depend on any other person. You can look after your children, your husband. And if your husband is not earning also. അതൊക്കെയാണ്. അപ്പൊ സ്വന്തം കാലം നിൽക്കാനുള്ള ഒരു കെൽപ്പുണ്ട്. ആൻഡ് ടു ഇൻഫ്ലുവൻസ് ചേഞ്ച് അറ്റ് സൊസൈറ്റൽ, ലെജിസ്ലേറ്റീവ്, പോളിസി, ലീഗൽ, ഇക്കണോമിക്. നമുക്കൊരു മാറ്റവും കൊണ്ടുവരാൻ സാധിക്കും. നമ്മളിപ്പോ സ്വന്തം കാലം നിൽക്കാൻ നമ്മുടെ കയ്യിൽ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ സാമൂഹ്യപരമായിട്ടും നിയമപരമായിട്ടും നയപരമായിട്ടും നിയമങ്ങളും സാമ്പത്തിക ഈ ലെവലിലെല്ലാം സ്ത്രീകൾക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സ്ത്രീകൾക്ക്. അതാണ് നമുക്ക് കുറേ വിമൻസ് ഓർഗനൈസേഷനൊക്കെ ചെയ്യുന്ന ഒരു കാര്യം അതാണ്. വെൻ യു ബിക്കം എംപവേർഡ്, യു ആർ ദ ലീഡർ, യു ബിക്കം എ ലീഡർ, ദെൻ യു ലീഡ് അതർ വിമൻ, അതർ പോർ വിമൻ, അതർ ഇൻകേപ്പബിൾ വിമൻ. കഷ്ടപ്പെടുന്ന, പാവപ്പെട്ട, ദാരിദ്ര്യം അനുഭവിക്കുന്ന, കഴിവില്ലാത്ത സ്ത്രീകളെ സഹായിക്കാൻ വിദ്യാഭ്യാസവും പരിശീലനവും കിട്ടുമ്പോൾ നമുക്ക് സാധിക്കുന്നു. ദാറ്റ്സ് എ ട്രൂത്ത്. അത് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാം. ധാരാളം സ്ത്രീകൾ ഇന്ന് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നവരായിട്ടുണ്ട്. അവർക്ക് ജോലി കൊടുക്കുക. അപ്പൊ നമ്മളൊരു ചെറിയ വ്യവസായം തുടങ്ങുകയാണെങ്കിൽ വി ക്യാൻ ഗീവ് വർക്ക് ഫോർ അതർ വിമൻ അല്ലേ. അങ്ങനെ നമുക്ക് അവരെയും കൂടെ എംപവർമെന്റ് ചെയ്യാനും അവരെ സ്വയം കാലിൽ നിർത്താനുമുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. അതാണ് എംപവർമെന്റ്. സോ ടുഡേ വി ആർ ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ഫോർ എംപവർമെന്റ്. സ്ത്രീ ശാക്തീകരണത്തിൽ ഇപ്പൊ നല്ല പ്രാധാന്യം കൊടുക്കും. സെൻട്രൽ സ്റ്റേറ്റ് ആണെങ്കിലും തൊഴിലുറപ്പ് പദ്ധതികളിൽ കൂടെയൊക്കെ അതാ ചെയ്യുന്നത്. ജോലി ഇല്ലാത്ത സ്ത്രീകൾക്ക് ജോലി കൊടുത്തിട്ട് അവർക്ക് വേതനം കൊടുക്കുന്നു. So that is empowerment. So we'll pass on to the next unit, that is development regimes in India. So ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ ഡെവലപ്മെന്റ് എങ്ങനെ സംഭവിക്കുന്നു, എന്തെല്ലാമാണ് ഇതിൻ്റെ കാഴ്ചപ്പാട്. ഈ സോഷ്യൽ ഡെവലപ്മെന്റ് നമ്മൾ ഏതെല്ലാം വിധത്തിലാണ് നമുക്ക് അതിനെ കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയിൽ നമുക്ക് എങ്ങനെ ഈ ഡെവലപ്മെന്റ് കൊണ്ടുവന്നു, ഏതൊക്കെ തരത്തിലാണ് അല്ലെ. നമ്മൾക്കറിയാം ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപത്തെ അവസ്ഥ എന്തായിരുന്നു. ഇത്രമാത്രം വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ടായിരുന്നില്ല. സോ വിദ്യാഭ്യാസം ഇല്ലായ്മ, ദാരിദ്ര്യം, നിരക്ഷരത എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. പിന്നെ ആവശ്യത്തിനുള്ള ഭക്ഷണം, നമുക്ക് അഗ്രികൾച്ചറിന്റെ ബാക്ക്വേർഡ്നെസ്, നമ്മൾ ആ പ്രകൃതിനെ ആശ്രയിച്ച് മാത്രമാണ് ഇരുന്നത്. പിന്നെ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഡാംസോ ടെക്നിക്കൽ മെത്തേഡ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് വേറെ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥ വന്നു ഭക്ഷണത്തിന്റെ കാര്യത്തിൽ. അപ്പൊ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ഇതെല്ലാം മാറിയത്. ആൻഡ് ദ ബ്രിട്ടീഷ് പീപ്പിൾ ദേ എക്സ്പ്ലോയിറ്റഡ് അസ് അല്ലെ. നമ്മളുള്ള കുറെ സാധനങ്ങളൊക്കെ അവരെടുത്തോണ്ട് പോയി. അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു ഭാരതം നമ്മുടെ പ്ലാനേഴ്സും നേരത്തെ ഉള്ള പ്രധാനമന്ത്രിമാരും എല്ലാവരും വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുത്തത്. എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു കൺസെപ്റ്റാണ് അല്ലേ.
സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നതും ഡെവലപ്മെന്റ് വ്യത്യാസമുണ്ട്. ഐ ടോൾഡ് യു. ബിക്കോസ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് സാമൂഹിക മാറ്റമാണ്. സമൂഹത്തിന്റെ മാറ്റം എന്ന് പറയുമ്പോൾ എനി ചേഞ്ച്, ഒരു പ്രളയം വന്നാലും ട്രമർ വന്നാലും എല്ലാം സോഷ്യൽ ചേഞ്ച്. പക്ഷെ ഡെവലപ്മെന്റ് അതല്ലല്ലോ. സോ ഇറ്റ്സ് എ വാല്യൂ ന്യൂട്രൽ കൺസെപ്റ്റ്, വേറസ് ഡെവലപ്മെന്റ് ഇസ് എ വാല്യൂ ലേഡൻ കൺസെപ്റ്റ് ആണ്. അതിനൊരു വാല്യൂ ഉണ്ട് എപ്പോഴും. സോ ദ നോഷൻ ഓഫ് ഡെവലപ്മെന്റ്, ഇൻ അതർ വേർഡ്സ്, ദ പ്രോസസ് ഓഫ് ദ ഡിസൈർഡ് ചേഞ്ച്. നമ്മളിപ്പോൾ ഒരു ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുക്കണം എന്തിനാണ്? അവർക്ക് അത് ഉപയോഗിക്കാനുള്ള കമ്പ്യൂട്ടർ ട്രെയിനിങ് ഫോർ എക്സാമ്പിൾ, അത് ഉപയോഗിക്കാനുള്ള കഴിവ്, അത് നമുക്കൊരു ഉദ്ദേശമുണ്ട്, ഡിസയർ ഉണ്ട്, ഡിസൈർഡ് ചേഞ്ച് കൊണ്ടുവരണം. അപ്പോൾ എല്ലാവരും കമ്പ്യൂട്ടർ എക്സ്പേർട്സ് ആവും. ദാറ്റ് ഈസ് ദ ഡിസൈർഡ് ചേഞ്ച് വിച്ച് വി എക്സ്പെക്ട് വെൻ യു ഡു എ തിങ്. അതുപോലെയാണ് എല്ലാ ഡെവലപ്മെന്റ് പ്രോജക്റ്റ്. നമുക്കൊരു ഡിസൈർഡ് ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ യത്നിക്കുന്നത്. ഓൾ കേസസ് ഓഫ് ചേഞ്ച് ഡു നോട്ട് ഇൻഡിക്കേറ്റ് ഡെവലപ്മെന്റ്. എല്ലാ മാറ്റവും എപ്പോഴും പുരോഗതി കൊണ്ടുവരുന്നില്ല, നമുക്കറിയാലോ. Only planned and desired changes can be described as development. നമ്മൾ പ്ലാൻ, അതുകൊണ്ടാണ് ഈ 5 year plans കൊണ്ടുവന്നത്, മനസ്സിലായോ? ബിക്കോസ് പ്ലാൻ ചെയ്തൊരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരണം. Thus it is important to keep in mind the distinct character. ഇതിൻ്റെ സ്വഭാവം എന്തായിരിക്കണം? എപ്പോഴും പ്ലാൻഡ് ചേഞ്ച് ആണ് ഡെവലപ്മെന്റ്. പുരോഗതി എന്ന് പറയുന്നത് നമ്മൾ പ്ലാൻ ചെയ്ത് പെട്ടെന്ന് വെറുതെ ഇരുന്നാൽ ഉണ്ടാവില്ല പുരോഗതി, അല്ലേ? ട്രമറും മഴയൊക്കെ ഉണ്ടാവുന്ന പോലെ ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ. വി ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്, വി ഹാവ് ടു പ്ലാൻ ഇറ്റ് ആൻഡ് വി ഹാവ് ടു ബ്രിങ് ഇറ്റ്. ദെൻ ഓൺലി ദർ വിൽ ബി ഡെവലപ്മെന്റ്. സോ 3 തരം പുരോഗതികൾ നടത്തുന്നതായിട്ട് നമുക്കിന്ന് കാണാൻ സാധിക്കും ലോകത്തിൽ, ലോകമെമ്പാടും നോക്കി. ക്യാപിറ്റലിസ്റ്റ് മോഡ്, അതാണ് ആദ്യത്തെ. അതിലെന്താണ് ക്യാപിറ്റലിസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞത്? പ്രൈവറ്റ് ഓണർഷിപ്പ് ഉണ്ടാവും, ഒരു മുതലാളി ഉണ്ടാവും, അതാണ് പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പൊക്കെ അവർക്കായിരിക്കും. അതുപോലെ തന്നെ പ്രത്യുൽപാദനത്തിൻ്റെ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, അതിൻ്റെ ഓണർഷിപ്പ് എല്ലാം അവർക്ക് തന്നെയായിരിക്കും. ആൻഡ് ഓൾസോ പ്രൊമോഷൻ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റി ത്രൂ പ്രൈവറ്റ് എന്റർപ്രൈസസ് ആണ് കൂടുതലും. മിനിമം പോസിബിൾ റെഗുലേഷൻ ആൻഡ് കൺട്രോൾ ഓൺ പ്രൈവറ്റ്. അധികം സ്റ്റേറ്റിന്റെ കൺട്രോൾ ഉണ്ടാവില്ല, അതാണ്. The capitalist model is characterized by a free economy regulated by കോമ്പറ്റീഷൻ ഉണ്ടാവും. പ്രൈവറ്റ് ആൾക്ക് നമുക്കറിയാലോ, പ്രൈവറ്റ് ഇൻഡസ്ട്രീസ് തുടങ്ങുന്ന ആൾക്കാർ ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടാവും. അവരുടെ പ്രോഡക്റ്റ് കൂടുതൽ വിടണം, അവർ കൂടുതൽ മാർക്കറ്റിൽ കൂടുതൽ സാധനം വിൽക്കണം, അതുകൊണ്ടാണ് ഇന്ന് ഈ അഡ്വർടൈസ്മെന്റ് അത് ഇത്. അപ്പം ലൈക്ക് വൈസ് ആണ് ഈ ക്യാപിറ്റലിസ്റ്റ് മോഡൽ ഓഫ് ദ സൊസൈറ്റിയിൽ ഉണ്ടാകുന്നത്. ഇനി സോഷ്യലിസ്റ്റ് മോഡൽ എന്താന്ന് നമുക്ക് നോക്കാം. സോഷ്യലിസ്റ്റ് പാത്ത് ഓഫ് ഡെവലപ്മെന്റ് adopted by the Second World was saying to the opposite or dichotomous to the capital. അത് ഓപ്പോസിറ്റ് ആണ് സംടൈംസ്. ഈ ക്യാപിറ്റലിസ്റ്റ് മോഡൽ നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഓണർഷിപ്പ് ബൈ ക്യാപിറ്റലിസ്റ്റ് ഒക്കെ ആയിരിക്കും. ആൻഡ് കോൺട്രറി ടു ദ സോഷ്യലിസ്റ്റ് മോഡൽ ക്യാരക്ടറൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഓണർഷിപ്പ്. സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓണർഷിപ്പാണ്. അത് സ്റ്റേറ്റിനാണ് അതിൻ്റെ അധികാരം, എന്തിൻ്റെ? സമ്പത്തിൻ്റെ, അതാണ് പ്രോപ്പർട്ടി. ആൻഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ഉണ്ടാക്കുന്നതിൻ്റെ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഓണർ സ്റ്റേറ്റ് ആണ്. ആൻഡ് പബ്ലിക് എന്റർപ്രൈസസ് ആൻഡ് കംപ്ലീറ്റ് സ്റ്റേറ്റ് റെഗുലേഷൻ ഓഫ് ഇക്കണോമി. എല്ലാ സാമ്പത്തിക ഇടപാടുകളും നിയന്ത്രിക്കുന്നത് രാഷ്ട്രങ്ങളാണ്. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം അതൊരു റെഗുലേറ്റഡ് ഇക്കോണമിയാണ്. സോഷ്യലിസ്റ്റ് മോഡൽ റെഫേഴ്സ് ടു എ റെഗുലേറ്റഡ് ഇക്കോണമി. അതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. It is clear now. There are different models of development ഉണ്ട്. ആദ്യം നമ്മൾ കണ്ടു കഴിഞ്ഞ് ക്യാപിറ്റലിസ്റ്റ് മോഡൽ എന്താണെന്ന് വെച്ചാൽ ക്യാപിറ്റലിസ്റ്റ് ആയിരിക്കും അതിൻ്റെ ഓണേഴ്സ്, അത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. ഇറ്റ്സ് വെരി സിമ്പിൾ. സോ നെക്സ്റ്റ് ഇസ് ദ സോഷ്യലിസ്റ്റ് മോഡൽ. അതിൻ്റെ അകത്ത് രാഷ്ട്രങ്ങളായിരിക്കും ഓണർഷിപ്പ്.
So it is difficult to specify the model of development adopted by the majority of the third world countries are, as there are variations among them, dictated mainly by the historical and socio-cultural circumstances. What they seem to share in common is that തേർഡ് വേൾഡ് കൺട്രീസിന്റെ പ്രത്യേകത എന്താണ്? പല രാജ്യങ്ങളും തേർഡ് വേൾഡ് കൺട്രീസിലുള്ളത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷേ സാമ്പത്തികമായും സാങ്കേതികപരമായും അവർക്ക് അവര് പുരോഗമിച്ച അതായത് ഡെവലപ്ഡ് കൺട്രീസ് ഏറ്റവും പുരോഗതി നേടിയെന്ന് അഭിമാനിക്കുന്ന ആ രാഷ്ട്രങ്ങളോടൊപ്പം നിൽക്കാനുള്ള പുരോഗതി ഇവര് തേർഡ് വേൾഡ് കൺട്രീസിൽ ഇല്ല. അവര് ഇൻ കമ്പാരിസൺ അവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവര് അത്രയും പുരോഗതി നേടിയിട്ടില്ല. ആര്? തേർഡ് വേൾഡ് കൺട്രീസ്. വെൻ യു കമ്പയർ ടു ദ ഡെവലപ്ഡ് വേൾഡ്, ഡെവലപ്ഡ് കൺട്രീസ് ആയിട്ട് നോക്കുമ്പോൾ അവരൊരിക്കലും അത്രയും നേടിയിട്ടില്ല. So social planning is a key element in their development process. അപ്പോൾ അതാണ് സോഷ്യൽ പ്ലാനിങ് വരണം. So their plans of development incorporate not only economic concerns, especially removal of അപ്പോൾ ദാരിദ്ര്യം മാറ്റുക, അതാണ് ഏറ്റവും തേർഡ് വേൾഡ് കൺട്രീസിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം അതാണ്. അതിനു വേണ്ടിയാണ് അവർ സ്ട്രഗിൾ ചെയ്യണത്, അതിനു വേണ്ടിയാണ് അവർ പ്രയത്നിക്കുന്നത്. നേഷൻ ബിൽഡിംഗ്, നാഷണൽ കൾച്ചർ, സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ, സോഷ്യൽ ചേഞ്ച്, മാറ്റങ്ങൾ വരാനും പുതിയൊരു കൾച്ചറൊക്കെ ഉണ്ടാക്കാനും എല്ലാം അവർ കഷ്ടപ്പെടുവാണ്. സോ ഇറ്റ് ഈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ തേർഡ് വേൾഡ് കൺട്രീസ്. They have been seeking technological and economic aid from the developed countries. അപ്പോൾ അവരെന്ത് ചെയ്യും? ആരുടെ അടുത്തുനിന്ന് അവർ സഹായം തേടുന്നത്? ഡെവലപ്ഡ് കൺട്രീസ്, വികസിത രാഷ്ട്രങ്ങൾ. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ നിയമങ്ങളും അവർ പറയുന്ന കണ്ടീഷൻസ് എല്ലാം ഇവർ അനുസരിക്കേണ്ടി വരും. അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ഇപ്പം പല പല സിസ്റ്റം നമ്മൾ ഏർലി ക്ലാസ്സിൽ കണ്ടല്ലോ, തിയറി, വാലസ്റ്റീൻ്റെ തിയറിയും കോർ ആൻഡ് പെരിഫറി, അതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞല്ലോ. അപ്പം അതിൻ്റെ അകത്തൊക്കെ പറയുമ്പോൾ വികസിത രാഷ്ട്രങ്ങളോട് നമ്മൾ സഹായങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ കണ്ടീഷൻസ് നമ്മൾ അനുസരിക്കേണ്ടി വരുന്നു. എക്സാമ്പിൾ പറഞ്ഞപ്പോൾ വേൾഡ് ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ എടുക്കണമെങ്കിൽ നമ്മുടെ കേരളം വേൾഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും. അപ്പോൾ അവർ ചില കണ്ടീഷൻസ് വെക്കും. ഒന്നാമത് അവർ പറയുന്നത് ഈ വെൽഫെയർ ആക്ടിവിറ്റീസിന് ഒരുപാട് പൈസ കൊടുക്കരുത്. ബിക്കോസ് നമുക്ക് തിരിച്ചു കിട്ടാത്തൊരു ഇതാണല്ലോ ലോൺ കിട്ടി കടം അല്ലെങ്കിൽ ഇൻട്രസ്റ്റോടുകൂടി കടം കൊടുക്കുന്ന പോലെ അല്ലല്ലോ. അപ്പോൾ അങ്ങനെ പല വെൽഫെയർ മെഷേഴ്സും രാഷ്ട്രങ്ങൾ കട്ട് ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകും. അതാണ്. സോ അറ്റംപ്റ്റിംഗ് ടു എക്സ്റ്റെൻഡ് their political influence in the developing countries. It has been noted that the global military defense strategy is the major consideration of the developed country. അവർക്ക് മിലിറ്ററി വർദ്ധിപ്പിക്കുക, അവരുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുക, അതൊരു വലിയ കൺസേൺ ആണ്. എന്നാലല്ലേ അവർക്ക് മറ്റുള്ള രാഷ്ട്രങ്ങൾ അധികാരം ഉണ്ടാകാൻ പറ്റുള്ളൂ, ആധിപത്യം സ്ഥാപിക്കാൻ സാധിക്കുള്ളൂ. സോ മേജർ കൺസിഡറേഷൻ ഓഫ് ദ ഡെവലപ്ഡ് കൺട്രീസ് ആണ് അത്. their economic and political influence to the developing countries. ഇനി സോഷ്യൽ ഡെവലപ്മെന്റ് അപ്രോച്ചസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. രണ്ട് തരം കൺസേൺസ് ആണ് ഉള്ളത് ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ്. സെൻട്രലൈസേഷൻ വേഴ്സസ് ഡീസെൻട്രലൈസേഷൻ ഓഫ് ഡെവലപ്മെന്റ് സ്കീംസ് ആൻഡ് റിസോഴ്സസ്. അതായത് ഒരു സെന്ററിൽ തന്നെ എല്ലാ കാര്യങ്ങളും വെക്കുക, എന്നിട്ട് താഴെ തട്ടിലോട്ട് വരെ പവർ കൊടുക്കുക, അതാണ് ഡീസെൻട്രലൈസേഷൻ. പിന്നെ ദ ഫോക്കസ് ഓഫ് ഡെവലപ്മെന്റ്, ഇൻഡിവിജ്വൽ, ഗ്രൂപ്പ്, വില്ലേജ്. നമ്മുടെ ടാർഗറ്റ് ഏരിയ എന്തൊക്കെയായിരിക്കാം? ഓരോ ഇൻഡിവിജ്വലിനും വികസനത്തിന്റെ ഫലം എത്തിക്കുക, ഗ്രാമങ്ങൾ, ഏതെങ്കിലും ഗ്രൂപ്പ്സ്. അപ്പോൾ ഇതെല്ലാം. സോ ഫസ്റ്റ് ക്രൈറ്റീരിയ ഗീവ് റൈസ് ടു ടു അപ്രോച്ചസ്, നെയിംലി ഡെവലപ്മെന്റ് ഫ്രം ദ ടോപ്പ്. അതാണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്, അതാണ്. ആൻഡ് development from the bottom, that's called decentralization. The second criterion gives rise to the three approaches. മൂന്ന് തരം വികസനം ഇവിടെ നമുക്ക് അല്ലെങ്കിൽ കാഴ്ചപ്പാട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് സെക്ടറൽ ഡെവലപ്മെന്റ്, ഏരിയാസ് ഡെവലപ്മെന്റ് ആൻഡ് ടാർഗറ്റ് ഗ്രൂപ്പ് ഡെവലപ്മെന്റ്. സെക്ടറൽ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ്, ഒരു സെക്ടറായിട്ട് അതിനെ നമ്മൾ കംപ്ലീറ്റ്ലി ഡെവലപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയ എടുത്തിട്ട്, അതാണ് ഏരിയാസ് ഡെവലപ്മെന്റ് എന്ന്. പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ വിമൻ അല്ലെങ്കിൽ ചിൽഡ്രൻ,
ഒരു പ്രത്യേക പ്രോജക്റ്റ് കൊണ്ടുവരിക, അവന് ഹെൽത്ത് കെയറിൽ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരിക, അവർക്ക് അതിനുള്ള ഫണ്ട് കൊടുക്കുക, അതിനുള്ള ഫൈനാൻസ് കൊടുക്കുക, അപ്പോൾ അവരുടെ അവസ്ഥ പൊക്കിയെടുക്കുക. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്ന അങ്ങനെ. അതുപോലെ തന്നെ ഇപ്പം പ്രസവത്തിന് താഴെത്തട്ടിലുള്ള സ്ത്രീകൾക്ക് ഗവൺമെൻറ് പൈസ കൊടുക്കുന്നുണ്ട്. അതെന്തിനാണ്? ആരോഗ്യമുള്ള ശിശുക്കൾ പ്രസവത്തിലൂടെ ഉണ്ടാവണം. അതിനുള്ളവർക്ക് കാശില്ലെങ്കിൽ അവർ മരുന്ന് വാങ്ങൂല. അപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യത്തിനും വേണ്ടിയാണ് അവർ ആ പൈസ കൊടുക്കുന്നത് പ്രസവ സമയത്തുള്ള. അപ്പം അങ്ങനെ പല പല പ്രോജക്ട്സും സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൊണ്ടുവരുന്നുണ്ട്. അതാണ് ടാർഗറ്റ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതെപ്പോഴും ബിലോ PPL ഉള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് അങ്ങനെ. BPL പെട്ടെന്ന് കുട്ടികൾക്ക് പഠിക്കാൻ സ്കോളർഷിപ്പ് ഉണ്ട്, അവർക്ക് ബുക്സ് കൊടുക്കുന്നുണ്ട്, യൂണിഫോം കൊടുക്കുന്നുണ്ട്, ഫുഡ് കൊടുക്കുന്നുണ്ട്, നൂൺ മീൽ പ്രോഗ്രാം എല്ലാം ഉണ്ട് ഇപ്പോൾ സ്കൂളുകളിൽ. അപ്പം എന്താണ്, പാവപ്പെട്ട കുട്ടികളെ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ക്ലാസ്സിൽ വരാതിരിക്കരുത് അവർ. അങ്ങനെ പഠിച്ചു ഉയർന്ന ധാരാളം കുട്ടികളുണ്ട്. അപ്പോൾ ദാറ്റ് ഇസ് ഇറ്റ്. This approach of development from the top envisages the planning and execution of developments by the central. ആദ്യമൊക്കെ പണ്ട് അങ്ങനെയാണ്, ഗവൺമെൻറ് അവിടെ നിന്ന് ഓരോരോ കാര്യങ്ങൾ ആലോചിക്കും, എന്നിട്ട് അത് നടപ്പിലാക്കുക. സെൻട്രൽ ഓർഗനൈസേഷൻസ് decide the nature and direction of plan, formulate projects and both them on the page. പണ്ട് അങ്ങനെ ആയിരുന്നു. സെൻട്രലിൽ നിന്ന് അവർ കുറേ കാര്യങ്ങൾ തീരുമാനിക്കും, അത് കഴിഞ്ഞിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യും ഓരോ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട്. അപ്പോൾ ചിലപ്പോൾ അത് അവർക്ക് ആവശ്യമുള്ളതായിരിക്കില്ല. അതുകൊണ്ടാണ് അത് മാറ്റിയിട്ട് പിന്നെ ഡീസെൻട്രലൈസേഷൻ വന്നത്. ഇപ്പം തിരുവനന്തപുരത്തോ ഡൽഹിയിൽ ഇരുന്ന ഓഫീഷ്യൽസ് കുറേ കാര്യങ്ങൾ കൊണ്ടുവരും. അത് ചിലപ്പോൾ ഈ ഗ്രാമപ്രദേശത്തിൽ വരുമ്പോൾ ആൾക്കാർക്ക് പറ്റാത്തതായിരിക്കും, അവർക്ക് പറ്റുന്ന ഒരു പ്രോജക്റ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ സാധനം കൃഷി ചെയ്യാൻ തീരുമാനിച്ചാൽ ആ മണ്ണ് അതിന് പറ്റിയതായിരിക്കില്ല. അപ്പോൾ അത് ആൾക്കാരെ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലായിരിക്കും. അതാണ് ഇമ്പോസ് ദം ഓൺ ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ. സോ പക്ഷെ ഇപ്പോഴത്തെ അപ്രോച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെവലപ്മെന്റ് ഫ്രം ദ ബോട്ടം, താഴത്തെ തട്ടിൽ നിന്ന് തന്നെ പുരോഗതി കൊണ്ടുവരും. The fairness of intentions and abilities of the people who need development. They are given an opportunity to articulate their problems as well as the ways to solve them. മനുഷ്യർക്കും ഒരു അവസരങ്ങൾ കൊടുക്കുന്നതാണ്. ഇവിടെ ഒരു ദാരിദ്ര്യമുണ്ട്, നമുക്ക് എങ്ങനെ മാറ്റാൻ സാധിക്കും. So they are given an opportunity now articulate their problems. ഇപ്പം ഗ്രാമസഭയൊക്കെ വെച്ചേക്കുന്നത് അതിന് വേണ്ടിയാണ്. അപ്പോൾ ആൾക്കാർക്ക് അവിടെ വന്നിരുന്നിട്ട് അവരുടെ ആവശ്യമുള്ള കാര്യങ്ങൾ പറയും. ഇപ്പോൾ ഇവിടെ ഒരു ഹോസ്പിറ്റലാണ് വേണ്ടതെങ്കിൽ അവർക്കത് പറയാം, ഇവിടെ സ്കൂളാണ് വേണ്ടെങ്കിൽ അത് പറയാം, ഹെൽത്ത് കെയർ യൂണിറ്റ് ആണ് വേണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ, അല്ലെങ്കിൽ കൃഷി, എന്ത് വേണമെങ്കിലും അവർക്കത്. So they are trained and made capable and are prepared for self-help. Utilization of resources for development schemes is decided by the concerned people themselves or by their representatives at the local level. Utilization അവിടെ ഉള്ള റിസോഴ്സസ് ഫോർ ഡെവലപ്മെന്റ് സ്കീംസ് അവർക്ക് തന്നെ തീരുമാനിക്കാം അതെങ്ങനെ ഉപയോഗിക്കണമെന്ന്. യൂട്ടിലൈസേഷൻ അതാണ് പ്രകൃതിയിലുള്ള വിഭവങ്ങൾ, അതാണ് റിസോഴ്സസ് അല്ലേ. അല്ലെങ്കിൽ ആ ലോക്കൽ ഏരിയയിലെ റെപ്രസെൻറ്റേറ്റീവ്സിനെ അവർ വിടും ആ ഗ്രാമസഭയിലേക്ക്, എന്നിട്ട് അവർക്ക് പോയിരുന്ന് ആലോചിച്ചിട്ട് ദേ ക്യാൻ റേസ് ദെയർ വോയിസ് എന്ന്. അപ്പോൾ അവരുടെ ശബ്ദം അവിടെ കേൾക്കുന്നതാണ് ഗവൺമെൻറ്റും കളക്ടറും അല്ലെങ്കിൽ ഗവൺമെൻറ് ഒഫീഷ്യൽസ്. They hear their voice and they put into practical all this. There's a greater decentralization of plans and higher participation. അപ്പം എന്ത് പറ്റുന്നു? ആൾക്കാരുടെ പങ്കാളിത്തം അവിടെ കൂടുന്നു, ഹയർ പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഉണ്ടാവുന്നുണ്ട്. അതാണല്ലോ ഇപ്പം രാജീവ് ഗാന്ധിയൊക്കെ നിയമങ്ങൾ കൊണ്ടുവന്ന അതാണ്. അർബൻ ആൻഡ് ഇൻ വില്ലേജ് ഏരിയാസ് ആർട്ടിക്കിൾസ് കൊണ്ടുവന്നു നമ്മുടെ ഭരണഘടനയിൽ. എന്തുകൊണ്ട് പഞ്ചായത്തിലും കോർപ്പറേഷൻസിലും മുനിസിപ്പാലിറ്റീസിനൊക്കെ പവർ കൊടുത്തു. എന്തിനു വേണ്ടി? നിയമങ്ങൾ നിയമങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഓരോ വാർഡിലും ചെയ്യാനുള്ള പവർ. അപ്പം അതിൻ്റെ അകത്ത് ആ പ്രദേശത്തുള്ള ആൾക്കാർക്കും ധാരാളം പങ്കാളിത്തം ഉറപ്പുവരുത്തി. അതാണ് ഈ ഡീസെൻട്രലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അവരുടെ പവർ താഴത്തെ തട്ടിലും കൂടെ എത്തുകയാണ്. താഴത്തെ തട്ടിലുള്ള ആൾക്കാർക്ക് വരെ, പാവപ്പെട്ടവർക്ക് വരെ ജനാധിപത്യമാണല്ലോ നമ്മൾ. അപ്പൊ അവർക്ക് വരെ ഒരു പങ്കാളിത്തം, ഭരണത്തിൽ ഒരു പങ്കാളിത്തം, അല്ലെങ്കിൽ പുരോഗതിയുടെ പ്രോജക്ട്സിൽ ഒരു പങ്കാളിത്തം സാധാരണ മനുഷ്യ ഓരോ പൗരനും ഉറപ്പ് വരുത്തുകയാണ് ഇങ്ങനെയുള്ള നിയമങ്ങൾ. ഡിസെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞാൽ അതാണ്. വികേന്ദ്രീകരണം, അതാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇനി സെക്ടറൽ ഡെവലപ്മെന്റ് എന്താണെന്ന് നോക്കാം. ഫോർമുലേഷൻ എക്സിക്യൂഷൻ ഓഫ് സ്കീംസ് ഫോർ ഡെവലപ്മെന്റ് ഓഫ് എ പർട്ടിക്കുലർ സെക്ടർ ഓഫ് ഇക്കോണമി ലൈക്ക് അഗ്രികൾച്ചർ. ഒരു പ്രത്യേക സെക്ടർ എടുത്ത്, അതിപ്പോൾ അഗ്രികൾച്ചർ ആകാം, ഇൻഡസ്ട്രി ആകാം. അതാണ് സെക്ടറൽ ഡെവലപ്മെന്റ്. ഏരിയ, ഓൾ റീജൻസ് ആർ നോട്ട് ഈക്വലി ഡെവലപ്ഡ്. എല്ലാ ഏരിയയും ഒരേപോലെ ഡെവലപ്ഡ് അല്ല. സം ആർ മോർ അഫ്ലുവന്റ് ദാൻ അതേഴ്സ്. The underdevelopment of regions due to the lack of ഏറ്റവും വികസനമില്ലാത്തത് എന്തുകൊണ്ടൊക്കെ ആയിരിക്കും? റോഡ് ഉണ്ടാവില്ല, റെയിൽവേസ് ഉണ്ടാവില്ല, കറണ്ട് ഉണ്ടാവില്ല. ഇതെല്ലാം. പിന്നെ വേറെ എന്താണ്? പ്രളയം, പിന്നെ ഡ്രോട്ട്, വരൾച്ച. ഇതെല്ലാം വരുമ്പോൾ എന്താ പ്രശ്നങ്ങളാണല്ലോ, ആൾക്കാർക്ക് ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഇതിനെല്ലാം നേരിടാൻ വേണ്ടിയുള്ള പ്രോജക്ട്സ് ഗവൺമെന്റ് കൊണ്ടുവരും. സ്കീംസ് ആർ ഡിവൈസ്ഡ് ഫോർ ദ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഓഫ് ആൻ ഏരിയ ഓർ റീജൻ. വി കോൾ ഇറ്റ് ഏരിയ ഡെവലപ്മെന്റ് അപ്രോച്ച്. അപ്പൊ പർട്ടിക്കുലർ ഇപ്പൊ റോഡാണ് വേണ്ടെങ്കിൽ അവിടെ റോഡിന് പറ്റിയ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരും. ഡ്രിങ്കിങ് വാട്ടർ ഇല്ലെങ്കിൽ അവിടെ അതിന് പറ്റും. അപ്പൊ അവിടെ വരൾച്ച ആണെങ്കിൽ എങ്ങനെ അവിടെ കൂടുതൽ വെള്ളം എത്തിക്കാൻ സാധിക്കും. പിന്നെ പ്രളയമാണെങ്കിൽ അത് ഇനി വരാണ്ടിരിക്കാൻ എന്തെല്ലാം ചെയ്യാം. അതുകൊണ്ടാണ് ഓരോ ഏരിയയിലും പ്രശ്നങ്ങൾ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് ഏരിയ ഡെവലപ്മെന്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. സോ പിന്നെ ഒരു ടാർഗറ്റ് ഗ്രൂപ്പിനെ എടുക്കും. has its focus on a particular category of people such as small farmers, women and farm labor schemes. Small farm, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ SFDA, എന്താണ് വെച്ചാൽ സ്മോൾ ഫാമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി. ചെറിയ കൃഷിക്കാർക്ക് എന്തെല്ലാമാണ് ആവശ്യം അത് അവര് ചെയ്തു കൊടുക്കും. അതാണ്. ചിലപ്പോൾ സ്കൂളിൽ സീറ്റ്സ് റിസർവേഷൻ വേണം കോളേജസിൽ. പിന്നെ ഷെഡ്യൂൾ കാസ്റ്റിന് ജോലി സാധ്യമാകണം. ഇതിനെല്ലാം ഒരു ടാർഗറ്റ് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. So, after independence, India did not follow either the first or second world. It adopted either the capitalist or the socialist model of development. ഇത് രണ്ടും അല്ല ഇന്ത്യയുടെ. ഇന്ത്യ എന്ത് ചെയ്ത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള വരണമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് മിക്സഡ് ഇക്കോണമി എന്ന് പറയുന്നത്. On the one hand, India encouraged private business and industry and gave opportunity to big business houses such as Birla's, Tata's and medium and so on. വലിയ പണക്കാരും ചെറിയ ആൾക്കാരും ഒരേപോലെ വളരാൻ സഹായിക്കുന്ന ഒരു സാമ്പത്തിക നയമാണ് ഇന്ത്യ ഇന്ന് പിന്തുടരുന്നത്. അതുകൊണ്ടാണല്ലോ ടാറ്റ ബിർളനെ പോലുള്ള ബിസിനസ്സുകാർക്കും അവസരങ്ങൾ കൊടുക്കുന്നു. ചെറിയ ബിസിനസ്, സ്മോൾ സൈസ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ അതാണ്. The other hand, it has almost full control over all the entrepreneurs. പക്ഷെ ഗവൺമെന്റ് ആണ് ഇപ്പൊ ടാക്സ് എത്ര അടക്കണം, അവരെന്ത് കാര്യങ്ങൾ, അതിൻ്റെ നിയമങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഗവൺമെന്റ്. സോ ദീസ് ഓൺട്രപ്രണേഴ്സ് വെദർ ബിഗ് ഓർ സ്മോൾ, ഈ ഇൻഡസ്ട്രിയലിസ്റ്റ്, ഈ ബിസിനസ്സുകാര് എല്ലാം നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് വേണം അവർക്ക് മാർക്കറ്റ് ചെയ്യാനും ഉൽപ്പാദിപ്പിക്കാനും എല്ലാ കാര്യത്തിലും. സോ അങ്ങനത്തെ ഒരു ഇക്കോണമിയാണ്, സാമ്പത്തിക നയമാണ് ഇന്ന് ഇന്ത്യ. That's called mixed economy. The state also acts as an entrepreneur in setting up heavy industries such as the manufacture of steel and generation of electricity. The banks have been nationalized. The state has full control over railways and postal departments. Railway എല്ലാം ഗവൺമെന്റിന്റെ കീഴിൽ തന്നെയാണ്. ഫുൾ കൺട്രോൾ എന്ന് പറയുന്നത്. These measures are illustrative of a socialist path of development. On the other hand, certain industries are reserved for private entrepreneurs, both small and large. In some industries such as textile and cement,
both private and state enterprises have been allowed to operate. ചില ഇൻഡസ്ട്രീസിൽ രണ്ടും ഉണ്ടാവും, ഗവൺമെന്റിന്റെ ഉണ്ടാവും, അതേസമയം പ്രൈവറ്റുകാരുടെ ഉണ്ടാവും. ചിലത് ഗവൺമെന്റ് മാത്രം. ഇപ്പോൾ റെയിൽവേ കംപ്ലീറ്റ്ലി ഓൺഡ് ബൈ ദ ഗവൺമെന്റ്, നമുക്കറിയാലോ. ടെക്സ്റ്റൈൽ അതുപോലെ തന്നെ പ്രൈവറ്റും ഉണ്ട്, സ്റ്റേറ്റ് എന്റർപ്രൈസസും ഉണ്ട്. സിമെന്റ് രണ്ടും ഉണ്ട്. സോ ഇൻ മെനി അതർ ആക്ടിവിറ്റീസ് ടു എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ട്രാൻസ്പോർട്ട്, ഇതിനെല്ലാം പ്രൈവറ്റും സ്റ്റേറ്റ് ഏജൻസീസും ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റ് സ്കൂൾസും ഉണ്ട്, പ്രൈവറ്റ് ഓൺഡ് സ്കൂൾസും ഉണ്ട്. ചിലപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആവണം, ഇൻ കൊളാബറേഷൻ, പ്രൈവറ്റ് ഗവൺമെന്റും പ്രൈവറ്റും കൂടെ കൊളാബറേഷനുള്ള ഫേംസും ഉണ്ട്. അതാണ് പറയുന്നത്. The state also act as an entrepreneur in setting up heavy industries such as the manufacture of steel, generation of electricity, dams, അതെല്ലാം ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി അല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഗവൺമെന്റിന്റെ ഓണർഷിപ്പിലാണ്. The state has full control over railways and postal departments. These measures are illustrative of a socialist path of development. On the other hand, certain industries are reserved and for private entrepreneurs, both small and large. In some industries such as textile and cement, both private and state enterprises have been allowed to operate. ചില സ്ഥലത്തൊക്കെ രണ്ടും കൂടെ ഓപ്പറേറ്റ് ചെയ്യാൻ സമ്മതിക്കാറുണ്ട്, ഇൻഡിപെൻഡൻ്റ്ലി ഓർ ഇൻ കൊളാബറേഷൻ. എല്ലാം സെക്ടറൽ ഡെവലപ്മെന്റ്. Many policies and plans were adopted which showed results that were far below the expectations. ചില പ്ലാനൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ വിചാരിക്കുന്ന രീതിയിലുള്ള വിജയം അവിടെ കണ്ടെത്താൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. ലാൻഡ് ലോഡിസം അല്ലെങ്കിൽ സെമിൻഡാരി സിസ്റ്റം പണ്ട് ഉണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ അബോളിഷ് ചെയ്തു. ലാൻഡ് ഹോൾഡിങ്, ലാൻഡ് സീലിംഗ് കൊണ്ടുവന്നു. ഇത്ര മാത്രമേ വെക്കാൻ പാടുള്ളൂ. ലാസ്റ്റ് വൺ വാസ് മെയിൻ എഫക്ട് ഡ്യൂ ടു സെവറൽ ഫാക്ടേഴ്സ്. ചില നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ശരിയാവില്ല എന്നാണ് അത് പറയുന്നത്. ഓൾ ദീസ് റിഫ്ലക്ട് എ സെക്ടറൽ ഡെവലപ്മെന്റ് അപ്രോച്ച്. ഇനി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്താന്ന് നോക്കാം. ബിസൈഡ് ദി സെക്ടറൽ അപ്രോച്ച്, എ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സ്കീം വാസ് ഇൻ 52 കൊണ്ടുവന്നു ഓൺ എഫേർട്സ് ആൻഡ് റിസോഴ്സസ്. ബട്ട് ദ പ്രോഗ്രാം വാസ് നോട്ട് വെരി, അത്രയ്ക്ക് അങ്ങോട്ട് സക്സസ്ഫുൾ ആയില്ല. ഇറ്റ് വാസ് റിയലൈസ്ഡ് ദാറ്റ് എ ഗ്രേറ്റർ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ റൂറൽ പീപ്പിൾ in the preparation, execution of development schemes was essential. ആൾക്കാരുടെ പങ്കാളിത്തം കുറഞ്ഞു പോയാലും ഒരു പ്രോജക്റ്റ് വിജയിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. ഇറ്റ് റിക്വയർഡ് എ ഗ്രേറ്റ്, അതുപോലെ ഡീസെൻട്രലൈസേഷൻ കൂടുതൽ ആവശ്യമാണ്. വികേന്ദ്രീകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെത്തട്ടിലുള്ള ആൾക്കാരുടെ പങ്കാളിത്തം കൂട്ടുക, അത് കുറേയും കൂടെ നമുക്ക് ആവശ്യമാണ്. അതല്ലെങ്കിൽ അത് കുറഞ്ഞു പോകും. അപ്പം 52 അത് കൊണ്ടുവന്നത്. The philosophy of this program was to educate, encourage and enable the people. അവരെ പഠിപ്പിച്ചെടുക്കുക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക. ഇതൊക്കെയാണ് ഇതിന്റെ പുറയിലുള്ള. അവർ തന്നെ ജോലി ചെയ്ത് പണം ഉണ്ടാക്കുക, അതിനുള്ള സഹായങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്, വെറുതെ പണം കൊടുക്കുകയല്ല ചെയ്യുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. So there are many other rural development programs. ഇന്ന് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ട്രിസം, കിണർ കുഴിക്കല്, പിന്നെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഫോർ യൂത്ത്, 20 പോയിന്റ് എക്കണോമിക് പ്രോഗ്രാംസിന്റെ കീഴിൽ IRDP, Integrated Rural Development Projects, one of them which combines both the area development and target group approaches, since it includes the command area development program. 20 point program കൊണ്ടുവന്നു സെൻട്രൽ ഗവൺമെന്റ്. അപ്പം അതിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. പോവർട്ടി ഇറാഡിക്കേഷന്, ഡ്രിങ്കിങ് വാട്ടർ കൊടുക്കാനായിട്ട്, നല്ല കൃഷി സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, അതെങ്ങനെ മാർക്കറ്റ് ചെയ്യാം, ഇതിനെല്ലാം ഒരുപാട് പ്രോജക്ട്സ് ഗവൺമെന്റ് കൊണ്ട്. അതുകൊണ്ട് ഒരുപാട് ഉപകാരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ചില പ്രോഗ്രാം ഒന്നും വിചാരിച്ച പോലെ വിജയിച്ചില്ലെങ്കിൽ പോലും ഒരുപാട് ഉപകാരങ്ങൾ പാവപ്പെട്ടവർക്കും സ്ത്രീകൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മളത് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. സോ വി ആർ ഫിനിഷിംഗ് വിത്ത് ദിസ്. ഇറ്റ്സ് ഓൾ ക്ലിയർ അബൌട്ട് ഓൾ ദ ഡെവലപ്മെന്റ് അപ്രോച്ചസ്. പിന്നെ ഇന്ത്യയിൽ എന്തൊക്കെ ഡെവലപ്മെന്റ് കൊണ്ടുവന്നു, ഡീസെൻട്രലൈസേഷൻ എങ്ങനെയാണ്, ഇതെല്ലാമാണ് നമ്മൾ വികേന്ദ്രീകരണം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നേടി, ഇതെല്ലാമാണ് നമ്മൾ ഇന്ന്. Okay, thank you.
ഇതെല്ലാമാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. And I hope this is clear for you all. Thank you once again.